ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലക്ഷദ്വീപ് ഡിലൈറ്റ്സ്. ഇന്നൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ റെസിപ്പിയിലോട്ട് പോവാം. മുട്ട ഇവിടെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് വഴറ്റി കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇങ്ങനെ കളർ മാറി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു 6-7 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കണേ. ഇനി അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് വീണ്ടും അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി അതിലോട്ട് തക്കാളിയും പച്ചമുളകും കൂടി ചേർത്തിട്ട് നമുക്കത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഇനി നല്ലപോലെ വഴറ്റി കൊടുക്കുക. വേണ്ടിയിട്ട് നമ്മൾ മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണ്. അപ്പോൾ നമ്മളിതിലോട്ട് തേങ്ങ അരച്ച് ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഈ പാകമായി വരുമ്പോൾ നമുക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ആ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നമ്മൾ അതിൽ തന്നെ വിട്ടിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലോട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കാം മസാല. ഇനി കുറച്ച് മസാല വെന്ത് കഴിയുമ്പോൾ നമുക്കതിലോട്ട് മുട്ട തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, അതൊന്നെടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ടക്കറി, തേങ്ങ അരയ്ക്കാത്ത മുട്ടക്കറി റെഡി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിച്ചേക്കണേ. അപ്പോൾ വീണ്ടും പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു ഉഷാറൻ വീഡിയോ ആയിട്ട് കാണും വരേക്കും ബായ്.